ഉം. ഉം. മടുത്തി ജീവിതം. നിന്റെ ഭാഗത്ത് ഞാനാണെങ്കിൽ സുഖമായിട്ട് അത് പരിഹരിച്ചേനെ. ദൈവമേ, ഒരു ദിവസം എന്റെ സ്ഥാനത്ത് ഇവന്റെ സ്ഥാനത്ത് എന്നെ ആക്കാൻ പറ്റുമോ? അയ്യോ, എന്റെ മുഖം അതല്ലല്ലോ എന്റെ മുഖം. ഞാനെന്താ ഇവിടെ? അയ്യോ, ഞാനെന്താ ഇവിടെ? എനിക്കെങ്ങനെ അറിയാം? ഇന്നലെ ഒരു തമാശക്ക് പറഞ്ഞതാ, ശരിക്കും അങ്ങ് മാറ്റിക്കളഞ്ഞല്ലോ. പ്രാങ്ക് പ്രാങ്ക് അല്ലടാ, പ്രാങ്ക് അല്ലേ? അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ. എടാ, പ്രാങ്ക് അല്ലടാ, റിയലാ. അപ്പം നിങ്ങൾ ശരിക്കും മാറിയോ? ഇത് പ്രാങ്ക് അല്ലേ? എടാ, പ്രാങ്ക് അല്ല, റിയൽ. ഇറ്റ്സ് റിയൽ. ഇതിന് എന്തേലും ഒരു സൊല്യൂഷൻ പറ. ഇത്രയും കാലത്തെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ട്. ഫോൺ അടിക്കുന്ന ആരാന്ന് നോക്കട്ടെ. ആ, മാനേജർ. എടാ ഉണ്ണി, ഇങ്ങ വന്നേ. എന്നാടാ? ഞങ്ങളുടെ മാനേജറാ, നീ ഒന്ന് സംസാരിക്കണം. എടാ, നീ സംസാരിക്കേ. എടാ എന്റെ സൗണ്ട് അല്ലല്ലോ, നിന്റെ സൗണ്ട് അല്ലേ എനിക്ക്. നീ ഒന്ന് സംസാരിച്ചാൽ മതി. എടാ, ഞാൻ പറയാൻ കൊളാകൂടാ. എടാ ഞാൻ പറയുന്ന പോലെ തന്നെ പറഞ്ഞാൽ മതി. ഇന്നൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, അത്യാവശ്യമാണ്, ലീവ് വേണം. ഞാൻ എങ്ങനെ പറയാനാ? വായും കൊണ്ട് പറയടാ. കട്ടായി. ഭാഗ്യം. ഇപ്പൊ വിളിക്കുമായിരിക്കും. വിളിച്ചു. എന്നാ ഹലോ സാർ, ഞാൻ ഹോസ്പിറ്റലിൽ അമ്മുവെ കൊണ്ട് വന്നേ അപ്പൂപ്പൻ്റെ അജു കേസിന് ലീവ് ഹോസ്പിറ്റലിൽ കിട്ടാനായിട്ട്. ഹോസ്പിറ്റലിൽ ലീവ് തരത്തില്ലെന്ന്. അമ്മൂമ്മയുടെ ഹോസ്പിറ്റലിൽ സാറിനോട് ഞാൻ ലീവ് ചോദിച്ചിരുന്നു. സാറിൻ്റെ ലീവ് മറിച്ച് തന്നാലും സെയിൽസിൻ്റെ ലീവ്, സാറിൻ്റെ ലീവ് മറിച്ച് തരാമോ? സാർ എനിക്ക് ലീവ് എടുത്തു. എടാ ഒരു ലീവിന്റെ കാര്യം പോലും കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ലേ? എടാ, ആ പുള്ളിനെ കടിച്ചു കയറാൻ വരുന്നു, ഞാൻ എന്നാ ചെയ്യാനാ? എടാ ഒരു ലീവല്ലേ, അതൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ലേ? എനിക്ക് പറ്റില്ല നിനക്ക് വരുന്ന കോൾ എടുക്കാൻ. നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അവിടെ വെക്ക്. എടാ, ആദ്യം നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഫോണും സ്വിച്ച് ഓഫ് ആക്കി വെക്ക്. കൂടുതൽ ആൾക്കാർ അറിഞ്ഞാലേ മുഴുവൻ കോംപ്ലിക്കേറ്റഡ് ആവും. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ടൊന്ന് സെർച്ച് ചെയ്യണം. എടാ, ഇതേ കൺസെപ്റ്റ് ഇതിഹാസ എന്ന് പറഞ്ഞൊരു മലയാളം മൂവി ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊരാണും പെണ്ണും അല്ലേ മാറുന്നേ? ഇപ്പോഴത്തെ കാലമല്ലേ, ആണും പെണ്ണും ഒക്കെ മാറിയെന്നിരിക്കും. എടാ, ഇന്നലെ നിങ്ങൾ നടന്നു വന്നപ്പോൾ സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടായിരുന്നോ? ഇന്നലെ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. അത് സ്ട്രീറ്റ് ലൈറ്റ് വല്ലതും ആയിരിക്കും. ഏയ് അല്ലടാ, ആ ഏരിയ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുമല്ല, ഇവൻ പറഞ്ഞ പോലെ പതിവിൽ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ ഇത്രയും വെളിച്ചം വന്നേ? ഇനി ചന്ദ്രഗ്രഹണം വല്ലതും ആണോ? അല്ലടാ, ഇന്നലെ എൻ്റെ ബോധം പോകുന്നതിന് മുന്നേ ആകാശത്തിലൂടെ എന്തോ ഒന്ന് നല്ല വെളിച്ചെത്തി എന്തോ ഒരു സാധനം ഇങ്ങനെ പോകുന്ന ഞാൻ കണ്ടു. അതെന്തോ ഒരു വാൽ നക്ഷത്രമാ. അത് കഴിഞ്ഞ് എനിക്കൊന്നും ഓർമ്മയില്ല. അത് ഞാനും കണ്ടായിരുന്നു. അതിന് നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. ഇവൻ പറഞ്ഞ പോലെ അതൊരു വാൽനക്ഷത്രമാണെന്ന് തോന്നുന്നു. വാൽനക്ഷത്രവും? ഞാൻ കുറച്ച് വാൽനക്ഷത്രങ്ങളെ കാണിക്കാം. നിങ്ങൾ ഇന്നലെ കണ്ടത് ഇത് വല്ലതും ആണോന്ന് പറ. സ്റ്റാർട്ട് വന്നേ ഒന്ന് മുകളിലോട്ട് വന്നേ. ഈ സ്റ്റാർ ഞങ്ങൾ ഇന്നലെ കണ്ടേ. ഇതാ. ഓ, ഇതായിരുന്നല്ലേ. ഇതൊരു വിഷിംഗ് സ്റ്റാറാണ്. പേര് സൈറസ്.
ഈ സ്റ്റാർ ഭൂമിയിൽ ഒരു നിശ്ചിത ടൈം പീരീഡ് മാത്രമേ കാണപ്പെടുത്തുള്ളൂ. അതും ഏതാനും സെക്കൻഡുകൾ മാത്രം. ആ സമയത്ത് ആരെങ്കിലും അവരുടെ ആഗ്രഹം മനസ്സിൽ തൊട്ട് പറയുകയാണെങ്കിൽ ആ സ്റ്റാർ അത് സാധിച്ചു കൊടുക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. എടാ അപ്പം ആ സ്റ്റാർ കാരണം ഞങ്ങളിങ്ങനെ മാറിയെന്നാണ് നീ പറഞ്ഞു വരുന്നത്? ആയിരിക്കുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് ലോജിക്കലി എങ്ങനെ ശരിയാവും? അതിനുള്ള ഉത്തരവ് നീ ഇവനായതും ഇവൻ നീ ആയതും. ഇനിയിപ്പോൾ ആ സ്റ്റാർ എപ്പോഴാണ് വരുന്നത്? നിൽക്കേ, ഞാൻ നോക്കട്ടെ. ഒരു പ്രശ്നമുണ്ട്. എന്താ? നിങ്ങൾ കണ്ട ഈ നക്ഷത്രം ഇനി കാണുന്നത് 123 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. അപ്പോൾ ഇനി 123 വർഷങ്ങൾ കഴിയണോ? ഞങ്ങൾ പഴയ പോലെ ആകാൻ? 123 വർഷം പോലും ഒരു ഏകദേശ കണക്കാണ്. ചിലപ്പം അതിൽ കൂടാം, അതിൽ കുറയാം. നീ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വഴി പറ. ശരി, നിങ്ങൾ ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം എന്നോട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറ. അപ്പോൾ എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കാം. ഇന്നലെ ആയിട്ട് നിന്റെ പാർട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആയിരുന്നു. നിക്ക് ഇന്നലെ ഞാൻ പാർട്ടിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ഇന്നലെ നമ്മൾ ഒരുമിച്ചിരുന്നല്ലേടാ വെള്ളം അടിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നു പോയപ്പോഴല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റിയത്. ഇന്നലെ അതിന് ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നല്ലോ. ഇന്നലെ നമ്മൾ ഒരുമിച്ചിരുന്നല്ലേടാ നിന്റെ അവിടെ വെള്ളം അടിച്ചത്. നീ മറന്നുപോയോ? ഇവന്മാർ ഇതെന്തൊക്കെ പറയുന്നത്? അതിന് ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നല്ലോ. ഇവിടെ വീട്ടിൽ ഇല്ലാതെ ഞാൻ എങ്ങനെയാടാ നിങ്ങളുടെ കൂടെ തിരിഞ്ഞ് വെള്ളം അടിക്കുന്നത്? നിനക്കൊക്കെ എന്ത് പറ്റി? ഇന്നലെ ഒരുമിച്ചിരുന്നല്ലോ നിന്റെ അവിടെ. ഒരു പ്രശ്നമുണ്ട്. എന്താടാ? നമ്മൾ ഇപ്പോഴും ഇന്നലത്തെ ആ ഡേ തന്നെയാ. ഈ ഡേ നമ്മൾ പോയിട്ടില്ല.